സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്ന പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങളെ പുറപ്പെടുവാനായിട്ട് അവയുപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തന്നെ ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായി പിതാവ് ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നത്, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. ന്യായവിസ്താരത്തിൽപ്പെടാതെ മരണവിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വാങ്ങിപ്പോയവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്ത സമയം വരുന്നു. ആയതിപ്പോൾ തന്നെയുമാണ്. എന്നാൽ പിതാവ് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായി വരം കൊടുത്തിരിക്കുന്നു. ന്യായവിധിയോട് അധികാരപ്പെട്ടിരിക്കുന്നതെന്നാൽ മനുഷ്യപുത്രനാകും. ശവക്കല്ലറിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന ആളുകളായിരുന്നു. ഇത് നിങ്ങളെ നമ്മുടെ കർത്താവ് കൽപ്പിച്ചവർ ചെയ്തു. ബഹുമാനായ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ ബിനുവിനെ നാം യാത്രയാക്കുകയാണ്. ദൈവത്തിന്റെ വ്യക്തിത്വത്തിന് ആർക്കും ഇത് നിൽക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് നമുക്ക് ഓർത്തിരിക്കണം. ബിനുവിനെ സ്നേഹിക്കാത്തവരായി ഈ നാട്ടിൽ ആരുമില്ല എന്നുള്ളത് ഈ കൂടിയ ജനസമൂഹം സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ ഏതാണ്ട് 3 ദശാബ്ദക്കാലമായി ഈ നാടിലെ എല്ലാ രംഗങ്ങളിലും സാമൂഹിക, സാംസ്കാരിക, മതപരമായ രംഗങ്ങളിലൊക്കെയും തൻ്റെ സേവനം കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ദേഹമാണ് നമ്മോട് ഇന്ന് യാത്ര പറയുന്നത്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതുവഴിയായി പരിശുദ്ധ സഭയെ സംബന്ധിച്ചും ഭദ്രാസനത്തെ സംബന്ധിച്ചും ഇതൊരു തീരാ നഷ്ടമാകുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി വാക്കുകളിൽ വർണ്ണിക്കുക അസാധ്യമാകുന്നുവെന്ന് നിങ്ങളൊക്കെയും അറിവുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ ഈ പ്രദേശത്തെ തമരാത്ത വ്യക്തമായി സത്യവിശ്വാസത്തിന്റെ ഒരു കാവൽഭടനായി പരീക്ഷണഘട്ടങ്ങളിൽ ഇടവകയുടെ മുന്നണി പോരാളിയായി ഇദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതിന് നമുക്കെയും സാക്ഷികളാകുന്നു. നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് അത് മായ്ക്കപ്പെടുവാൻ സാധ്യമല്ല.
ആയതുകൊണ്ട് വത്സരങ്ങളെ ഈ സമയത്ത് വാക്കുകൾക്ക് സ്ഥാനമില്ല. ഈ ഭദ്രാസനത്തിലെ എല്ലാ രംഗങ്ങളിലും, എല്ലാ ദേവാലയങ്ങളുടെയും എല്ലാ പ്രധാന ചടങ്ങുകളിലൊക്കെയും സജീവ സാന്നിധ്യമായി നിന്ന് സഭയുടെ ഒരു ശുശ്രൂഷനായി, ഭദ്രാസനത്തിന്റെ ഒരു പ്രവർത്തകനായി, ദേവാലയത്തിന്റെ ഒരു ശുശ്രൂഷകനായി ദൈവോചിതമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആധ്യാത്മിക സംഘടനകളൊക്കെ വളരെ സജീവമായി മറ്റുള്ളവർക്കൊക്കെ മാതൃകയായി അദ്ദേഹം പ്രവർത്തിച്ചു. നാടിന്റെ നന്മയ്ക്കായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിന് തെളിവാണ് ഈ വായനശാലയുടെ പ്രവർത്തകർ ഇന്ന് ഇവിടെ വന്ന് അവരവരുടെ ഹൃദയം ഇവിടെ പകർന്ന് വെച്ചത്. അവരോടൊക്കെയും ഈ കുടുംബത്തിന് വേണ്ടിയും ഇടവകൾക്ക് വേണ്ടിയുള്ളതായ നന്ദി അറിയിക്കുന്നു. കൂടുതലായി സംസാരിച്ച് സമയം കൂടുതൽ നഷ്ടപ്പെടുത്തുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ ഒരുപാട് ദുഃഖവും അനുശോചനവും ഇപ്പോൾ വിലാസത്തിന് വേണ്ടി രേഖപ്പെടുത്തുന്നു. ഇദ്ദേഹം ചെയ്തിട്ടുള്ളതായ എല്ലാ നല്ല പ്രവൃത്തികളെയും ശ്ലാഘിക്കുന്ന കുടുംബത്തിലുള്ളതായ പ്രത്യേകമായ സ്നേഹവും കിടപ്പാടും അറിയിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായ കുടുംബങ്ങളൊക്കെ ഇരുന്നവരാൻ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഈ കാലഘട്ടത്തിലുള്ളതായ ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ അവസാനിപ്പിച്ച് ഈ ശുശ്രൂഷ ദൈവത്തിന് നേരിട്ട് ലഭിക്കണം എന്നുള്ളതിന് അവിടുന്ന് സുരക്ഷിതനായ ദൈവം തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ യാത്രയായിരിക്കുന്നത് ഓർത്തുകൊണ്ട് പരിശുദ്ധനായ ഓരോരുത്തരെ ഓർപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഈ സമയത്ത് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയൂ. ഈ ഭദ്രാസനത്തിന്റെ ഗാഠമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മലബാർ ഭദ്രാസനത്തായും അതുപോലെ തന്നെ യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റുമായിരിക്കുന്ന വളരെ അഭിമന്യ പോളിക്കാരുടെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അനുശോചനം അറിയിക്കും. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ദേശം നടുങ്ങിയ ദിനങ്ങൾ. ഈ ദേശത്തിന് ഇവിടുത്തെ സർവമത വിശ്വാസികൾക്കും നാനാജാതി വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദിനം ഇന്ന് നമ്മിൽ നിന്നും വേർപിരിഞ്ഞ് യാത്രയാവും. ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് തീവ്രമായ ഒരു വേദനയാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. ഈ ദൈവാലയത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവർക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റുന്ന ഒരു മുഖമായിരുന്നു ഇദ്ദേഹത്തിൽ. ടീച്ചറിന്റെ മൂതാശയുടെ സമയത്ത് ഇവിടെ വരുമ്പോൾ അദ്ദേഹം നൽകിയ നേതൃത്വം എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, സത്യവിശ്വാസത്തിന് വേണ്ടി പിതാക്കന്മാർ പഠിപ്പിച്ച കാണിച്ചു തന്ന ആ കറുയർന്ന വിശ്വാസത്തിന് വേണ്ടി തൻ്റെ ജീവിതകാലം ഇവിടെ നിലകൊള്ളുകയും പ്രത്യേകിച്ച് പ്രശ്നസങ്കീർണമായ പ്രദേശത്ത് വിശ്വാസികൾക്ക് ഉത്തമമായ നേതൃത്വം കൊടുക്കുകയും എന്നെ സംബന്ധിച്ചിടത്തോളം യുവജന പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ പോരാളി എന്നുള്ളതാണ് അദ്ദേഹം. യുവാക്കൾക്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം സ്വാർത്ഥ നദികളും നിരീശ്വരവാദം നിലനിൽക്കുന്നതുമായ ഒരു ലോകത്തിന്റെ മധ്യത്തിൽ അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ക്രിസ്തുവിന്റെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയും മറ്റുള്ളവരെയൊക്കെ ദൈവത്തിലേക്ക് ആനയിക്കുവാൻ തക്കവണ്ണം സജീവ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ഇവിടുത്തെ സന്ദർശ കുഞ്ഞുങ്ങളെ ദൈവത്തെ കാണിച്ചു കൊടുത്ത വ്യക്തിത്വമാണ്. ഈ ദേശത്തിലെ കുഞ്ഞുങ്ങൾക്ക് വിദ്യ പുറത്തു കൊടുത്തയാളാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ കടന്നത്. നമുക്ക് അദ്ദേഹത്തെ സന്തോഷത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാത്രയാക്കിയ യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കരുത്തുറ്റ ഒരു പോരാളിയുടെ വേർപാട് ഏറെ ദുഃഖകരമാണ്. ഈ വേർപാടെങ്കിൽ പ്രസ്ഥാനത്തിന്റെ യുവജന മലകരയാക്കുവായ സുറിയാനി യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധമായ വേദനയും പ്രയാസവും ദുഃഖിക്കുന്ന എല്ലാവരോടും കൂടി പങ്കെടുക്കുന്നു വയ്ക്കട്ടെ. സമാശ്വസിപ്പിക്കുന്നതായ ദൈവതമ്പുരാന്റെ ആശ്വാസം നമുക്ക് അവർക്ക് ലഭ്യമാകുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവം തന്റെ വലുതെടുത്തേക്ക് നമ്മെ എല്ലാവരെയും വാഴ്ത്തി ജയിക്കുമാറാകട്ടെ.
മനസ്സിലുള്ളവർ ഇപ്പോൾ മലങ്കര സൺഡേ സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റ് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ പെരുമ്പാവൂർ മേഖല മെത്രാപ്പൊലീത്തമായ മൗലവി തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് സംസാരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വന്നിരിക്കുന്നതായ തിരുവനന്തപുരമൊക്കെയും നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട വികാരിച്ച് സംസാരിച്ചു. കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് അമ്മാത്യസ്മാർ ദേവസ്വം എഴുന്നള്ളി വന്നിട്ടുണ്ട്. ധരണ ഭദ്രാസനത്തിൻ്റെ 2 തിരുമേനിമാരും അഭിവന്യ കൂടുതൽ തിരുമേനിയും അഭിവന്യ ധർണദാസ് തിരുമേനിയും എഴുന്നള്ളി വന്ന് ഈ ഇടവകയ്ക്ക് നേരിട്ടതായ ഈ നഷ്ടത്തിലെ അനുശോചനം അറിയിക്കുവാനായിട്ട് എഴുന്നള്ളി വന്നിട്ടുണ്ട്. നമ്മുടെ സഹോദര ഭദ്രാസനങ്ങളായ കൊല്ല ഭദ്രാസനത്തിൻ്റെയും അതോടൊപ്പം ധരണ ഭദ്രാസനത്തിൻ്റെയും അനുശോചനം അഭിവന്യ തിരുമേനിമാർക്ക് വേണ്ടി ഈ അവസരത്തിൽ ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളോട് അറിയിക്കുന്നു. ഒരു കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടത്, നിലവിലെ പ്രവർത്തനം ഈ ഭദ്രാസനത്തിൽ മാത്രം ഒതുക്കിയിരുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെയും അറിയാവുന്നതാണ്. പരിശുദ്ധ സിംഹാസനത്തെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതായ ഏത് ചടങ്ങുകളും എവിടെയും ഉള്ളപ്പോൾ അവിടെ എല്ലാം ഓടിയെത്തി ആ ദേവാലയത്തിലുള്ളവർക്ക് പ്രചോദനമായി പ്രേരക ശക്തിയായി അവർക്കൊക്കെ മാതൃകായോഗ്യമായി ഉത്തമമായ പ്രവർത്തനം കാഴ്ചവെച്ചു. കൊല്ലം ഭദ്രാസനത്തിന്റെ വൈദിക യോഗത്തിന്റെയും യൂത്ത് അസോസിയേഷന്റെയും അതുപോലെ തന്നെ എല്ലാ ആത്മീയ സംഘടനകളുടെയും പ്രത്യേക നേതാവായ ദേവസ്വങ്ങളുടെയും അതേപോലെ തന്നെ ധരണ ഭദ്രാസനത്തിലെ എല്ലാ ആത്മീയ സംഘടനകളുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും അവിടെ നിന്ന് ഇവിടെ എഴുന്നള്ളുന്നതുമായ 2 തിരുമേനിമാരുടെയും പേരിലുള്ളതായ ദുഃഖവും പ്രകാശമായ അനുശോചനവും അറിയിക്കുന്നു. അഭിനേതാവായ മാത്രം തിരുമനസ്സുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ കൽപ്പിച്ച് സംസാരിക്കും. ദൈവത്തിൻ്റെ മഹത്വം. അഭിനേതാക്കന്മാരെ, വാങ്ങിപ്പോയ സഹോദരൻ്റെ മിത്രാദികളെ, ബഹുമാനായ വൈദികരെ, എനിക്ക് മുമ്പുള്ളത് പ്രസംഗിച്ചതുപോലെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ ധീരനായ ഭക്താവായി ഈ ദേവാലയത്തിൽ ശുശ്രൂഷിച്ച് കടന്നുപോകുന്ന ഈ സഹോദരനെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് യാത്രയാക്കാം. ശ്രേഷ്ഠഭാവത്തിനനുസരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ അധികമായി സ്നേഹിക്കുകയും ഇദ്ദേഹം ശ്രേഷ്ഠഭാവായെ അധികമായി സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ബാബ തെക്കൻ പ്രദേശം അവിടെ വന്നാലും അവിടെ എല്ലാം ഓടിയെത്തുന്നത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് വേണ്ടി ഉറച്ച വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആളുമായിരുന്നു. ശ്രേഷ്ഠഭാവത്തിനനുസരിച്ച് എഴുന്നള്ളി വരാനായിട്ട് ആഗ്രഹിച്ചു എന്ന് വിശുദ്ധ കുർബാനയും മറ്റു കാര്യങ്ങളിലുകൊണ്ട് എഴുന്നള്ളി വരാനായിട്ട് സാധിച്ചില്ല. ശ്രേഷ്ഠഭാവായുടെയും പരിശുദ്ധ സഭയുടെയും അനുശോചനം ഇപ്പോൾ അറിയിക്കും. രണ്ടാമത്, നമ്മുടെ ഈ സൺഡേ സ്കൂളിൽ ദീർഘകാലം ശുശ്രൂഷ ചെയ്ത് നല്ല അധ്യാപകനായി നല്ല ശുശ്രൂഷ നടത്തി കടന്നു പോകുന്ന ഇദ്ദേഹം സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് എന്നും താങ്ങുന്ന നഗരമായിരുന്നു. നമ്മുടെ സഭയുടെ സൺഡേ പ്രസ്ഥാനമായ NGSSയുടെ എളിയ ശുശ്രൂഷ എന്ന നിലയിൽ പ്രത്യേകം സൺഡേ സ്കൂൾ അധ്യാപന വേർപാട് ഏറ്റവും വേദനാജനകമായിരുന്നു. പ്രത്യേകിച്ച് NGSSക്ക് വേണ്ടി, അതിൻ്റെ സെൻട്രൽ കമ്മിറ്റിക്ക് വേണ്ടി, അതിൻ്റെ എല്ലാ ഭാരവാഹികൾക്ക് വേണ്ടി പ്രത്യേകം അനുശോചനം ഇപ്പോൾ അറിയിക്കും. 2 തീമോഥെയോസ് 4-ാം അധ്യായം 6-ാം വാക്യം, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്ക് ജീവന്റെ കിരീടം കർത്താവ് ഒരുക്കിയിരിക്കുന്നു, അതെനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ ആശ്രയിച്ചിരിക്കുന്ന എല്ലാവർക്കും ആ ദിവസം കർത്താവ് നൽകും എന്ന് അരുളി ചെയ്തതുപോലെ നല്ല പോർ പൊരുതി കടന്നു പോകുന്ന ഈ സഹോദരന് കർത്താവ് തേജസ്സിന്റെ കിരീടം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദരിദ്രത്തിലാദികളോട് ഒരിക്കൽ കൂടെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കും. ദൈവ
ും
ഞങ്ങളോട്